താമര എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. താമരയുടെ രൂപമുള്ള ആഭരണങ്ങളും ശില്പങ്ങളും ഒക്കെ വാങ്ങി അണിയുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ താമരയുടെ രൂപത്തിലുള്ള ഒരു വിമാനത്താവളത്തെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അങ്ങനൊന്ന് സങ്കല്പമല്ല, യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. ദേശീയ പുഷ്പമായ താമരയുടെ രൂപത്തിൽ നിർമ്മിക്കുന്ന നവി മുംബൈ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 16,700 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വിമാനത്താവളം 2025 മാർച്ച് 31 മുൻപ് തുറക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. നിർമ്മാണം ഏതാണ്ട് 63% പൂർത്തിയായി കഴിഞ്ഞു. മുംബൈയിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ രൂപകൽപ്പനയുടെ ചുമതലയുള്ള GVK ഗ്രൂപ്പാണ് താമരയുടെ രൂപത്തിലുള്ള ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ബ്രിട്ടീഷ് വാസ്തുവിദ്യാ സ്ഥാപനമായ സഹ ഹാഡിസ് ആണ് എയർപോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിനാണ്. 2021 GVKയിൽ നിന്ന് അദാനി ഗ്രൂപ്പ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തതോടെയാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം വേഗത്തിലായത്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഭാവിയിലെ തിരക്കും നിലവിലെ സാഹചര്യവും കണക്കിലെടുത്ത് 2007 സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് മുംബൈയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചത്. നവി മുംബൈയിൽ 1160 ഏക്കറിൽ 4 ഘട്ടമായി 2018 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിലവിൽ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1, കാർഗോ ടെർമിനൽ, ജനറൽ ഏവിയേഷൻ എന്നിവയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ടെർമിനലുകളുടെ നിർമ്മാണവും റൺവേകളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. 3700 മീറ്റർ ദൂരത്തിലുള്ള 2 റൺവേകളാണ് പൂർത്തിയാകുന്നത്. 60 മീറ്റർ വീതിയും റൺവേകൾക്കുണ്ട്. വിമാനത്താവളത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കുന്നുകൾ നിരപ്പാക്കുകയും ഉൾവേ നദി വഴി തിരിച്ചുവിടുകയും ചെയ്താണ് നിർമ്മാണം നടത്തുന്നത്. 1160 ഏക്കറിൽ നിർമ്മിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളം 95% ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. 4 ഘട്ടങ്ങളിലായി വികസിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളം പൂർണ്ണമായി പ്രവർത്തന സജ്ജമായാൽ പ്രതിവർഷം 90 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഇത് 10 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യും. 2018 പ്രധാന ടെർമിനലും എയർ ട്രാഫിക് കൺട്രോൾ ടവറും രൂപകൽപ്പന ചെയ്യാൻ GVK ഗ്രൂപ്പ് സഹ ഹാദിദിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അടുത്ത വർഷം സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാസ്റ്റർ പ്ലാനിംഗ് ഗ്രൂപ്പിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 15 വർഷമായി എയർപോർട്ട് ബിസിനസ്സിൽ തുടരുന്ന GVK ഗ്രൂപ്പ് 2020 ഓഗസ്റ്റിൽ അദാനി ഗ്രൂപ്പിന് ഓഹരികൾ വിറ്റിരുന്നു. 2032 പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുന്ന് നിരപ്പാക്കൽ അവസാന ഘട്ടത്തിലാണ്. ചതുപ്പുകളെല്ലാം നിരത്തുകയും ഹൈ ട്രാൻസ്മിഷൻ ലൈനുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. 2022 പൂർത്തീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നവി മുംബൈ വിമാനത്താവളത്തിന് തറക്കല്ലിട്ടത്. പ്രദേശവാസികളുടെ പ്രതിഷേധം കാരണം ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ വൈകിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇഴഞ്ഞു. ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വിമാനത്താവളം പൂർണ്ണ സജ്ജമാകുന്നതോടെ വ്യോമയാന രംഗത്ത് രാജ്യത്തിന്റെ കുതിപ്പ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ആസൂത്രിത നഗരങ്ങളിൽ ഇടം നേടുന്ന നവി മുംബൈ വികസന കുതിപ്പിലാണ്. നിരവധി ബൃഹത്തായ വികസന പദ്ധതികളാണ് നവി മുംബൈയെ ലോകോത്തര നിലവാരമുള്ള നഗരമായി മാറ്റുന്നതിനായി തയ്യാറായി വരുന്നത്. ജനസാന്ദ്രത വർദ്ധിച്ച മുംബൈ നഗരത്തിന് വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് സ്ഥലം തികയാതെ വന്നതോടെയാണ് 70കളുടെ തുടക്കത്തിൽ നവി മുംബൈ ടൗൺഷിപ്പ് എന്ന ആശയം ഉടലെടുത്തത്. തുടക്കത്തിൽ 159.54 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ടൗൺഷിപ്പ് വികസിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഉണ്ടായിരുന്നതെങ്കിലും 1971 മഹാരാഷ്ട്ര സർക്കാർ നഗര വ്യവസായ വികസന കോർപ്പറേഷൻ രൂപീകരിച്ചതോടെ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് നവി മുംബൈ നഗരം വികസിപ്പിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു. നവി മുംബൈയുടെ വികസനത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും മലയാളികളുടെ പങ്കും എടുത്തു പറയേണ്ടതാണ്. നിരവധി മലയാളി വ്യവസായികളുടെ നിക്ഷേപം ഈ സാറ്റലൈറ്റ് നഗരത്തിന്റെ വികസനത്തിന് ചവിട്ടുപടികളായിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ മേഖല, സീ ഫുഡ് പ്രോസസിംഗ്, എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, പരസ്യമേഖല, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ, സുരക്ഷാ ഉപകരണങ്ങൾ, ജ്വല്ലറി തുടങ്ങി ചെറുകിട ബിസിനസ് രംഗത്തും കരാർ മേഖലയിലും മലയാളികളുടെ സാന്നിധ്യം വലുതാണ്. സർക്കാർ കേന്ദ്രങ്ങളിലെ ഉന്നത പദവികളിലും മലയാളികളുടെ സേവനം നവി മുംബൈയുടെ വികസനത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. കൂടാതെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആഡംബര ഹോട്ടൽ, ആയുർവേദ കേന്ദ്രങ്ങൾ, ഓൺലൈൻ ഫ്രഷ് മാർട്ട് തുടങ്ങി നിരവധി മലയാളി സംരംഭങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്.